بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. أما بعد. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 12ാമത്തെ രാത്രിക്കാണ് നമ്മൾ ഇന്ന് സാക്ഷികളാവുന്നത്. റമദാനിലെ 2ാമത്തെ അതിമഹത്തായ 10 ദിനരാത്രങ്ങളിലാണ്, ധന്യമായ സന്ദർഭങ്ങൾക്കുമാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ചടക്കം നിറഞ്ഞ ഒരു ജീവിതം, അത്തരം ആളുകൾക്കാണ് പരലോക വിജയം എന്ന് അള്ളാഹു വാഗ്ദത്തം ചെയ്യുന്നു. ഫമൻ കാന ഫീ ഹാദിഹി അഅ്മാ വഹുവ ഫിൽ ആഖിറത്തി അഅ്മാ വദല്ലു സബീല. ഇവിടെ ആരാണോ കാണാതെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവൻ ജീവിതത്തിൻ്റെ ഒരു പാഠവും പഠിക്കുന്നില്ല, ഒരു ദൃഷ്ടാന്തവും ഉൾക്കൊള്ളുന്നില്ല, ഒരു ഗുണപാഠങ്ങളും ജീവിതത്തിൽ പകർത്താതെ ജീവിക്കുന്ന ആളുകൾ, അവർക്ക് പരലോകത്ത് യാതൊന്നുമില്ല. അവർ വളരെയധികം വ്യതിചലിച്ചു പോയിരിക്കുന്നു മാർഗത്തിലും വഴിയിലും. ജീവിതത്തിൽ ഏറ്റവും അധികം പാലിക്കപ്പെടേണ്ടതാണ് എന്ന് ഖുർആൻ നിഷ്കർഷിച്ച ഒരു വിഷയം അച്ചടക്കം തന്നെയാണ്. അത് ഒരു മിതത്വത്തിലായിരിക്കണം എല്ലാ അച്ചടക്കശീലങ്ങളും. ഇപ്പം നടക്കുന്ന സമയത്ത് പോലും ഖുർആൻ പറഞ്ഞല്ലോ, വഖ്സുദ് ഫീ മഷീക, നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കണം. അതേ നിലയിൽ തന്നെയാണ് അതിര് കവിഞ്ഞ ഒരു നടത്തം ശീലിക്കുകയും ചെയ്യാൻ പാടില്ല. അതിൻ്റെ ആശയം ഒന്നുകൂടി വിപുലപ്പെടുത്തിയാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം വേണം നമുക്ക്, ഓരോ കുടുംബത്തിനും. ആ കുടുംബത്തിലെ ചെലവുകൾക്ക് ഒരു കൃത്യതയുണ്ടാകണം. വരവുകൾ അവരറിയുകയും ബോധ്യപ്പെടുകയും ചെയ്യണം. അങ്ങനെയാണ് അവർ ജീവിക്കേണ്ടത്. ഇസ്രായേല്യരോട് ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി മിസ്റിൽ വീടുകൾ ഉണ്ടാക്കാനാണ് ഖുർആൻ കൽപ്പിച്ചത്. എന്നിട്ട് അല്ലാഹു അവരോട് പറഞ്ഞത്, വജഅലു ബുയൂതക്കും ഖിബ്ല, നിങ്ങളുടെ ഭവനങ്ങളാണ് നിങ്ങളുടെ ഖിബ്ല, നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ വീടാണ്. ആ വീടിൻ്റെ സുസ്ഥിരതയും ഭദ്രതയുമാണ്. അവിടെ ജീവിക്കുന്നവരും അങ്ങനെ തന്നെ ആയിരിക്കണം. ഇങ്ങനെ ഖുർആൻ നമ്മുടെ മുൻപിൽ അച്ചടക്കപൂർണമായ ഒരു ജീവിതത്തിന് വഴിതെളിച്ചിരിക്കുന്നു. അമിതത്വം ജീവിതത്തിൽ ഒന്നിനും വരരുത്. അത് ഭക്ഷണമായിരുന്നാലും വസ്ത്രമായിരുന്നാലും വീടായിരുന്നാലും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു വീട് നിർമ്മിക്കുമ്പോഴുള്ള ഇസ്ലാമികമായ ഒരു നിർദ്ദേശം. അപ്പൊ അതില് മുറികളെ കുറിച്ചാണ് ഹദീസിന്റെ പരാമർശം. ഒരെണ്ണം നിനക്കും ഒരെണ്ണം നിന്റെ അഹ്ലിനും. വസ്സാലിസു ലില്ലൈഫ്, മൂന്നാമത്തത് വിരുന്നുകാർക്കുമുള്ളതാണ്. വറാബിഉ ലിശ്ശൈത്വാൻ. അപ്പൊ ആവശ്യങ്ങൾ പറഞ്ഞു. ഇതിനകത്ത് വിരുന്നുകാർക്ക് 2 ആയിന്നോർത്ത് കുഴപ്പമുണ്ടെന്നല്ല, മറിച്ച് വെറുതെ ഉണ്ടാക്കി ഇടാൻ പാടില്ല. അങ്ങനെ കിടക്കുന്നത് വറാബിഉ ലിശ്ശൈത്വാൻ, അത് പിശാചിനുള്ളതാണ്. വസ്ത്രം ധരിക്കുന്നതിലും ഇസ്ലാം ഒരു കണിശത വച്ചു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുന്നു,
കുൽ മാ ഷിഇത വൽബസ് മാ ഷിഇത ഇദാ ലം യകുൻ അലൈഹി സരിഫുൻ വ മിഖ്യല. നിനക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, അതിന് പാറ്റേൺ ഇന്നതെന്നൊന്നും ഇസ്ലാമിലില്ല. അത് ഔറത്ത് മറയണം, പുരുഷൻ മുട്ടും പൊക്കിളിൻ്റെയും ഇടയിലുള്ള ഭാഗം മറയണം, സ്ത്രീ ശരീരഭാഗം മുഴുവൻ മറയണം. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരാൾ ധരിച്ചു കുഴപ്പമൊന്നുമില്ല, ഇസ്റാഫ് ആകാതിരുന്നാൽ മതി. ഒപ്പം ദുരഭിമാനം, ആഢ്യത, പൊങ്ങച്ചം, ആ പൊങ്ങച്ചം പ്രകടിപ്പിക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കരുത്. അതാണ് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ഒരു പാഠം. ഭക്ഷണത്തിൽ ഒരംശവും വെളിയിൽ പോകാൻ പാടില്ല, അത് കളയരുത്. അത് വലിയ അമൂല്യമാണ് ഭക്ഷണം എന്നാണ്. നമ്മുടെ സമ്പത്തും, അത് ഖുർആൻ കൽപ്പിച്ചത് സൂറത്തുൻ നിസാ. അവിടെ അള്ളാഹു കൽപ്പിച്ചപ്പോൾ കൈകാര്യം ചെയ്യാൻ അറിയാത്ത കുട്ടികളെ, യുവാക്കളെ നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ഏൽപ്പിക്കരുത്. എന്താ കാരണം? അതിലാണ് അല്ലത്തി ജഅലല്ലാഹു, അള്ളാഹു അതിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ജീവിതം. അപ്പൊ നിങ്ങളുടെ ജീവിതം നിലകൊള്ളുന്ന അതിൻ്റെ ബേസാണ് സമ്പത്ത്. അത് എന്താ, അതൊരു ധാരാളിത്വത്തിൽ ഉപയോഗിച്ച് നശിപ്പിച്ചാൽ നിങ്ങളുടെ കുടുംബം നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്നവരെ മാത്രമേ അത് ഏൽപ്പിക്കാവൂ. അനാഥ കുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നിട്ട് അവർക്ക് അവരുടെ ഓഹരി ഏൽപ്പിക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞെടുത്താണ് ഈ കൽപ്പന നൽകിയത്. അവരെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം, എത്രത്തോളം സമ്പത്ത്, പണം കൈകാര്യം ചെയ്യാൻ ശേഷിയുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഒരുപാട് വിഷയങ്ങൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കാനും പഠിക്കാനുമുണ്ട്. നമ്മുടെ ജീവിത രീതി അടിമുടി മാറി. അങ്ങനെ ആവശ്യം ഉണ്ടായിട്ട് മാറിയതല്ല, അതിനി പുറകോട്ട് തിരിച്ചു കൊണ്ടുവരാനും കഴിയില്ല. അതെന്താ കാരണമെന്ന് ചോദിച്ചാൽ ലോകം മുഴുവനും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളിത്ത ജീവിതമാണ്. ധാരാളിത്ത ജീവിതമായി കഴിയുമ്പോൾ അതിൻ്റേതായ ഭവിഷ്യത്തുകൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു തകരാറ്. ഇന്ന് ഞാൻ കേട്ട ഒരു ചെറിയ ഒരു പ്രഭാഷണം റേഡിയോ, അതിൽ ആരോഗ്യത്തെക്കുറിച്ചായിരുന്നു. വളരെ കൃത്യമായ കണക്കുകളിലൂടെയാണ് അവർ അവതരിപ്പിച്ചത്. ചെറിയ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞ് 15 വയസ്സിനിടയിൽ നമ്മുടെ രാജ്യത്ത് വളരുന്ന കുട്ടികൾ 15% ടൈപ്പ് 1 ഷുഗറിന് അടിമപ്പെടുന്നു എന്നാണ് ആ കണക്ക്. ടൈപ്പ് 1. അതെന്താ കാരണം? നമ്മൾ വാങ്ങുന്ന എല്ലാവിധ ഒരു മില്ലറ്റിൽ പോലും പോളിഷ് ചെയ്തു വരുന്ന ഭക്ഷണക്രമങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണകൾ, പഞ്ചസാരയുടെ അളവ് 24% വരെയും പല പാനീയങ്ങളിലും ഭക്ഷണങ്ങളിലും, ആകർഷണീയമായ ഭക്ഷണങ്ങളിലും ചേർക്കുന്നു. അതാണ് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത്, നമ്മളും കഴിക്കുന്നത്. അപ്പോൾ 1 വയസ്സും 2 വയസ്സുമുള്ള കുട്ടികളുടെ കാര്യമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. അപ്പം അത്ര ഗൗരവം ജീവിതത്തിൽ, ഭക്ഷണക്രമത്തിലും വസ്ത്രധാരണത്തിലും ഒക്കെ ഉണ്ടായിരിക്കണം. ഒരു അച്ചടക്ക ബോധമുള്ള ആളുകളായിരിക്കണം നമ്മളെന്നാണ്. വരവ് കൃത്യമായി അറിയണം, ചെലവും അറിയണം. അപ്പോൾ മിച്ചം എത്രയുണ്ടെന്നറിയാൻ കഴിയും. മിച്ചമുണ്ട് എന്ന അറിവാണ് നമുക്ക് നിൽക്കാനുള്ള ശക്തിയും നാളേക്കുള്ള പ്രചോദനവും. പെട്ടെന്നൊരാവശ്യം വന്നാൽ ഉണ്ടല്ലോ പൈസ കയ്യിൽ. ഇതൊന്നും ഇല്ലെങ്കിൽ, ഇതൊന്നും അറിയില്ല, പെട്ടെന്നൊരാവശ്യം വന്നപ്പോഴാണ് പനി, ഒരു സന്നിപാത ജ്വരമായിട്ട് അങ്ങനെ രൂപാന്തരപ്പെട്ടു പെട്ടെന്ന്. അപ്പൊ എന്ത് ചെയ്യും? 5 പൈസ കയ്യിലില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ തളർന്നു പോകും, രോഗം ഇരട്ടിയാവും. ഞാനിത് സൂചിപ്പിച്ചത് ഖുർആൻ റമദാനിന്റെ ദിനരാത്രങ്ങളിലൂടെ മനുഷ്യരിൽ വലിയ ഒരു ജീവിത അച്ചടക്കം പഠിപ്പിക്കുന്നു. അവസാനം
നോമ്പിന്റെ ഗുണവശങ്ങൾ മുൻപ് ഒരുപാട് ബിഷഗ്വരന്മാർ എഴുതിയിട്ടുണ്ട്. ഏറ്റവും പുതിയത് അതെല്ലാം ഒരു ഭാഗത്ത് നമുക്ക് കാണാണ്ടറിയാം, അതൊന്നും ഞാനിനി പറയുകയല്ല. തലച്ചോറിന്റെ ചലനാത്മകതയ്ക്ക് വ്രതാനുഷ്ഠാനം വളരെ ഉത്തമമാണെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഒന്നുകൂടി പറഞ്ഞാൽ അൾസിമേഴ്സ്, നമുക്ക് ഈ മറവി രോഗം ഉണ്ടല്ലോ, ഇന്ന് വെറുതെ കണ്ണു തുറന്നിരിക്കുകയുള്ളൂ, കാണുകയുള്ളൂ, ഒന്നും അറിയില്ല, മറന്നു പോവുകയല്ല. ആ രോഗത്തെ പ്രതിരോധിക്കാൻ വളരെ സിദ്ധൌഷധമാണ് ഈ നോമ്പ് എന്നാണ് ആധുനികമായ ഗവേഷണ ഫലം നമ്മെ പഠിപ്പിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് നോക്കിയാലും വായിച്ചാലും മനസ്സിലാവും. അതൊക്കെ ഒന്ന് നോക്കുക. അള്ളാഹു ഈ മഹത്തായ നോമ്പിന്റെ ഇഹപര ജീവിത വിജയവും ഗുണവും നൽകി അനുഗ്രഹിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.